لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعظم شعائر الله فإنها من تقوى القلوب صدق الله العلي العظيم ونعل خلعنا هيبة لوقارها فإنا متى نخلع لهيباتها نعلو فضعها في أعلى المفاريق إنها حقيقتها تاج وصورتها نعلو الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ ഉമറാക്കൾ, പ്രവർത്തകർ, സഹോദരങ്ങൾ, ഈ ആദർശ സമ്മേളനം എല്ലാ അർത്ഥത്തിലും അള്ളാഹു പൊരുത്തപ്പെട്ടതായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാദാത്യങ്ങളും ഉലമാക്കളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന പ്രവർത്തകരും നിറഞ്ഞ ഈ സഭ ഈ ആദർശ സമ്മേളനം നടത്തുന്നത് പരിശുദ്ധ ഷഅബാനിലാണ്. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഐഹിക ജീവിതം പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിച്ചിടത്ത് ഏതൊരു കൃഷിയും വിത്ത് ഇറക്കുന്ന സമയം, വിത്തിറക്കിയത് പരിപാലിച്ച് സംരക്ഷിച്ച് പരിപോഷിപ്പിക്കുന്ന സമയം, ആ വിത്തുകൾ കൊയ്തെടുത്ത് ലാഭകരമായ രീതിയിൽ ആ കൃഷി ഉപകാരപ്രദമാക്കുന്ന സമയം, ഇങ്ങനെ 3 ഘട്ടങ്ങൾ കൃഷിക്ക് കാണാൻ സാധിക്കും. എന്നാൽ റജബുൻ ഷഹ്റുല്ലാഹി വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി എന്ന വാക്യത്തിലൂടെ നാം അറിയേണ്ടത് പാരത്രിക ജീവിതത്തിലേക്കുള്ള സമ്പാദ്യത്തിന്റെ വിത്തിറക്കേണ്ട പ്രത്യേക മാസം വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ഒന്ന്, വിത്ത് വിതയ്ക്കേണ്ടത് റജബിലാണ്. റജബുൻ ഷഹ്റുല്ലാഹ്. വിതറിയിരിക്കുന്ന വിത്തുകൾ പരിപോഷിപ്പിച്ച് സമ്പന്നമാക്കി നിർത്തേണ്ടത് ശഅബാൻ. റമളാനു ഷഹ്റു ഉമ്മത്തി. ആ കൃഷികളെല്ലാം ഫലസമ്പന്നമായി നിൽക്കുന്നത് കൊയ്തെടുത്ത് ഏറ്റവും അമൂല്യമായ വിലക്ക് മാർക്കറ്റിൽ വിറ്റ് ലാഭകരമാക്കേണ്ടത് റമളാനിലാണ്. സത്യവിശ്വാസിയുടെ മാനസാന്തരങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ആഖിറത്തിലേക്കുള്ള കൃഷി സമ്പന്നമാക്കി നിർത്തേണ്ട ശഅബാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എവിടെ വിതറിയാലും മുളക്കുന്നത്, എങ്ങനെ കൃഷി ചെയ്താലും ലാഭകരമാകുന്നത്, പ്രത്യേകമായ നിബന്ധനകളും കാര്യങ്ങളും ഇല്ലാതെ തന്നെ ലാഭം കൊയ്തെടുക്കാവുന്നത്, പാരത്രിക സമ്പാദ്യത്തിലേക്ക് വിത്തുകൾ വിതറുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് എന്ന സ്വലാത്ത്. വിവിധ രൂപങ്ങളിൽ ചൊല്ലാവുന്ന സ്വലാത്ത്. കളിയിലും കാര്യത്തിലും ഉണർവിലും ഉറക്കത്തിലും ശുദ്ധിയിലും അശുദ്ധിയിലും ഇരുത്തത്തിലും കടത്തത്തിലും നടത്തത്തിലും കുട്ടികളിൽ നിന്നും പ്രായമുള്ളവരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും വ്യത്യാസമില്ലാതെ
സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയാകുന്ന സ്വലാത്ത്, ആ സ്വലാത്തിന്റെ ഓർഡർ ലഭിക്കുക വഴി അനുഗ്രഹീതമായ മാസമാണ് ശഅബാൻ. ഈ പരിശുദ്ധ ശഅബാൻ ശരീഫിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രത്യേകമായ മറ്റൊരു രാവ് ലൈലത്തുൽ മുബാറക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ബറാഅത്ത് രാവ് എന്ന പേരിൽ പ്രസിദ്ധമായ ശഅബാൻ 15-ാം രാവ്. അടുത്ത തിങ്കളാഴ്ച രാവും അതിന്റെ പകലും ചേർന്നുകൊണ്ട് രാത്രികാലങ്ങളിൽ ഏറെ യാസീൻ പാരായണങ്ങളും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും സ്വലാത്തുകളും പകൽ സമയത്ത് നോമ്പെടുത്തും അങ്ങനെ ആഖിറത്തിലേക്കുള്ള കൃഷി സമ്പന്നമാക്കുന്ന സമയത്താണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുകേശത്തെക്കുറിച്ച് പ്രത്യേകമായി പഠിപ്പിക്കുന്നതിന് ഈ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചത് എന്നത് സത്യവിശ്വാസിയുടെ ഈമാനിന്റെ വർധനവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകും. അങ്ങനെയായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വിഷയാവതരണത്തിന് നൗഷാദ് അഹ്സനിയും വഹാബ് സക്കാഫിയും അതേപോലെ തന്നെ ഫാറൂഖ് നഈമിയും എല്ലാം ഉണ്ട്. ആപേക്ഷികമായി ഉദ്ഘാടനം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വയസ്സാണ് ഭൂലോകത്ത് ജീവിച്ചിട്ടുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലാഹു തആല നബി തങ്ങൾക്ക് താമസിക്കാൻ അനുവാദം കൊടുത്തത് 63 വയസ്സ്. ഈ 63 വയസ്സ് ജീവിച്ച മുത്തുനബിയുടെ പ്രസവിച്ച അന്ന് മുതൽക്ക് ഇങ്ങോട്ട് 63-ൽ വഫാത്താകുന്നതിനിടക്ക് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ചയെ ഇരിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല എന്നത് കിതാബിൽ 22 കാരറ്റ് വ്യക്തമായ രേഖയാണ്. എന്താണ് കാരണം? ഈച്ച മാലിന്യത്തിലും ഇരിക്കും, അല്ലാത്തതിലും ഇരിക്കും. മാലിന്യത്തിൽ ഇരിക്കുന്ന ജീവിയാണ് ഈച്ച. ഈച്ച മാലിന്യത്തിൽ ഇരുന്നു എന്നതുകൊണ്ട് ഒരു വലിയ മാലിന്യങ്ങൾ നജിസുകളൊക്കെ വാരിക്കൂട്ടിയിട്ടല്ല ഈച്ച വരുന്നത്. ഈച്ചയുടെ കാലിൽ പകർന്നിരിക്കുന്ന നജിസ് അല്ലെങ്കിൽ മാലിന്യം സൂക്ഷ്മദർശിനി വെച്ച് നോക്കിയാൽ കാണാൻ കഴിയാത്ത അത്ര ചെറുതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഈച്ച വന്നിരുന്നാൽ നിസ്കാരത്തിന് ഒരു കുഴപ്പവും ഇല്ല. മഅഫൂൻ അൻഹു, അത്ര ചെറുതാണ് ഈച്ചയുടെ കാലിലുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ, ശരീരശുദ്ധിയെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് നൽകുന്ന ആദരവിനെ വിശ്വാസി ഹൃദയങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഓർമ്മപ്പെടുത്തുന്നത് 63 കൊല്ലക്കാലത്തിനിടയ്ക്ക് നബി തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ചയെ ഇരിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല. അത്രയും ഇസ്മത്താണ് റസൂലുള്ളാഹി, അത്രയും കാവലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് ലോകങ്ങളെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് കാവൽ നൽകിയതാണ്. എങ്കിൽ വിശ്വാസി ഹൃദയങ്ങളെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്ന, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുഃഖിപ്പിക്കുന്ന, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുന്ന ഒരു നോട്ടമോ കേൾവിയോ വാക്കോ പ്രവൃത്തിയോ അബദ്ധത്തിൽ പോലും നമ്മളിൽ സംഭവിച്ചാൽ നമ്മുടെ പരലോകത്തിന് നഷ്ടം സംഭവിക്കലായിരിക്കും അതുകൊണ്ടുണ്ടാകും. മുതഅല്ലിമീങ്ങൾ, ഉലമാക്കളെ, കിതാബുകൾ നിറഞ്ഞു നിൽക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു തുടങ്ങി നൂറുകണക്കായ ആലിമീങ്ങളെ നാം തർളിയത്ത് ചൊല്ലിക്കൊണ്ട് ആദരവോടുകൂടെയാണ് ഓർക്കുന്നതും പറയുന്നതും എല്ലാം. എന്നാൽ
അവരെപ്പോലെ പാണ്ഡിത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ മഹാനാണല്ലോ ഇമാം ദമഖ്ശരി. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ മുസ്ലിം ലോകത്ത് ഒരാളും ഒരു തർളിയത്ത് ചെല്ലാറില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഒരാളും ഒരു റളിയല്ലാഹു അൻഹു എന്ന് പറയാറില്ല. എത്ര വലിയ പണ്ഡിതനാണ്, എത്ര വലിയ അറബി സാഹിത്യകാരനാണ്, എത്ര വലിയ ഗ്രന്ഥങ്ങളുടെ ആളാണ്. പക്ഷേ ഇമാം ദമഖ്ശരിയുടെ പേര് കേൾക്കുമ്പോൾ ഒരാൾ പോലും ഒരു തെർളിയത്ത് ചെല്ലാതിരിക്കാൻ കാരണമെന്തേ ഉണ്ടായത്? അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം ജിബ്രീൽ അലൈഹിസ്സലാം, മലായിക്കത്തിന് നേതാവാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമും നബി തങ്ങളും വെച്ചുകൊണ്ട് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഉയർന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്നൊരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീലും നോക്കിയാൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിയേക്കാൾ ഉയർന്ന പദവിയിലാണ് എന്നൊരു വാക്ക് ദമഖ്ശരിയിൽ നിന്ന് വന്നതോടുകൂടെ മുസ്ലിം ലോകം അദ്ദേഹത്തെ കൈയൊഴിച്ചു. മുസ്ലിം ലോകം അദ്ദേഹത്തെ കൈയൊഴിച്ചു. ലോകത്തൊരു കിതാബിലും അദ്ദേഹത്തിന്റെ പേര് റളിയല്ലാഹു ചേർത്തുകൊണ്ട് എഴുതിയിട്ടില്ല. അദ്ദേഹം വെറും ഒരു സാഹിത്യകാരൻ എന്ന രീതിയിൽ, അദ്ദേഹം വെറും ഒരു അറബി സാഹിത്യകാരൻ എന്ന രീതിയിലല്ലാതെ അദ്ദേഹത്തിന്റെ പേര് ഇമാം നവവി തങ്ങളെപ്പോലെ, ഇമാം സുയൂത്തി തങ്ങളെപ്പോലെ, ഇമാം റാസി തങ്ങളെപ്പോലെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ മുസ്ലിം ലോകം തർളിയത്ത് ചൊല്ലി ആദരിക്കപ്പെടേണ്ട ദമഖ്ശരിയെ ഒരു സ്ഥലത്തും ഒരു മുസ്ലിം പണ്ഡിതനും ഒരു തർളിയത്ത് ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാതെ പോയത് അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാൾ നബി തങ്ങൾ താഴെയാണ്, ജിബ്രീലിനാണ് പദവി കൂടുതൽ. ഈ വാക്ക് പറഞ്ഞതോടുകൂടെയാണ് ദമഖ്ശരി മുസ്ലിം ലോകത്ത് അവഗണിക്കപ്പെട്ട രീതിയിൽ ആയി മാറിയതെങ്കിൽ ഞാൻ ഈ കൂടിയിരിക്കുന്ന സത്യവിശ്വാസികളോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അസൂയയോ വിദ്വേഷമോ മറ്റു പലതോ വെച്ചു പുലർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് പലതും പ്രസംഗിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് അബദ്ധത്തിൽ പോലും വന്നുപോയാൽ അത് എക്കാലത്തേക്കുമുള്ള പരാജയത്തിന് കാരണമാകും എന്ന് വിശ്വാസി ഹൃദയങ്ങളെ നാം പഠിക്കണം, നാം മനസ്സിലാക്കണം. സാധാരണക്കാരായ ആളുകളും അതേപോലെ തന്നെ ജാതിയും മതവും ഭേദമില്ലാത്ത രീതിയിൽ വായിക്കുന്ന പത്രങ്ങളും അതുപോലെ തന്നെ ന്യൂസുകളുമൊക്കെ കണാരനും കുമാരനും സരോജിനിയും സാവിത്രിയും എല്ലാം ഷഅറെ മുബാറക്ക് ചർച്ചയ്ക്ക് വെക്കുകയാണ്. ഈ ചർച്ചയിൽ പലപ്പോഴും വാഗ്വാദങ്ങളും അതേപോലെ തന്നെ മത്സരങ്ങളും അങ്ങനെ പലതും. അതിനിടക്ക് വിശ്വാസി ഹൃദയങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന്റെ സുരക്ഷിതത്വത്തെ പരിപൂർണമായി ഉറപ്പുവരുത്തിക്കൊണ്ടല്ലാത്തൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകരുതേ എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ നമ്മെക്കൊണ്ട് ഈമാൻ നശിപ്പിക്കുന്ന വാക്ക് പറയിപ്പിക്കാനുള്ള ഓരോന്നും അവർ ചെയ്തു എന്ന് വന്നേക്കും. ആ വികാരത്തിന് അടിമപ്പെട്ട് വിവേകത്തെ മാറ്റിവെച്ച് നമ്മുടെ നാവിൽ നിന്ന് അബദ്ധങ്ങൾ വന്നുപോയാൽ അത് മനഃപൂർവ്വമായിക്കൊള്ളണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിച്ചുകൊണ്ട് ചൊല്ലുന്ന സ്വലാത്തിന് നിയ്യത്ത് വേണ്ടതില്ല, എന്നാൽ തന്നെ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ആദരവിന്റെ സ്വലാത്ത് അത് ഉറക്കത്തിൽ ചൊല്ലിയാലും പ്രതിഫലമാണ്, അത് കൊച്ചു കുട്ടികൾ ചൊല്ലിയാലും പ്രതിഫലമാണ്. എന്ന പോലെ പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നഷ്ടം സംഭവിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് അബദ്ധത്തിൽ വന്നുപോയാലും നമ്മുടെ ഈമാന്റെ സുരക്ഷിതത്വത്തെയാണ് അത് നഷ്ടപ്പെടുത്തുക. ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുക വഴി അല്ലെങ്കിൽ അവിടുത്തെ ആത്മാവിനെ വേദനിപ്പിക്കുക വഴി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വീണ്ടെടുക്കുന്നതിന് ഒരു മരുന്ന് മുസ്ലിം ലോകത്ത് കാണാൻ കഴിയുകയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്ന, അവിടത്തെ ഇകഴ്ത്തുന്ന ആ രൂപത്തിലുള്ള ഒരു വാക്ക് വന്ന ശേഷം പിന്നെ ഈമാൻ നഷ്ടപ്പെട്ടത് രണ്ടാമത് തിരിച്ചു കിട്ടാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതിന് തൗബയുടെ വാതിലുള്ളതല്ല. റസൂലുള്ളാഹിയെ ആക്ഷേപിച്ച ശേഷം പിന്നെ ഒരു തൗബ, അത് തൗബയുള്ള കേസ് അല്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ പഠനം എന്ന് നാം ഓർക്കണം. ഇവിടെ പിന്നിട്ട 5 മാസങ്ങളിൽ റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ പിറന്നു കഴിഞ്ഞു. പിന്നിട്ട 5 മാസങ്ങളിൽ പത്രകോളങ്ങളിലും വാർത്താ ഉപാധികളിലും അതേപോലെ തന്നെ സ്റ്റേജുകളിലും പ്രസ് ബോർഡുകളിലും അങ്ങനെ തുടങ്ങി എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ആണ് ഷഅറേ മുബാറക്. ഈയിടെ ഒരു നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരാളുടെ തല വരച്ചിട്ടുണ്ട്. ആ തലയിൽ നിന്ന് ഒരുപാട് നീണ്ട മുടികൾ ഇങ്ങനെ ഒന്നായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ തലയും തൂങ്ങിക്കിടക്കുന്ന ആ മുടിയും ഒന്നായിട്ട് ഇങ്ങനെ ഒരു കാർട്ടൂൺ വരച്ചിട്ട്, എന്നിട്ട് മർക്കസിലെ ഷഅറേ മുബാറക്കിനെയും AP ഉസ്താദിനെയും ഒക്കെ പരാമർശിക്കുന്ന കുറെ വാക്കുകളും അതിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇങ്ങനെ കണ്ടും വായിച്ചും കൊണ്ടിരിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. കാരണം ഈ തല ഓർമ്മിപ്പിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയെ സൂചിപ്പിക്കാനല്ലേ ഈ തല വരച്ചിട്ടുള്ളത്. ആ തലയിൽ നിന്ന് വികൃതമായ രൂപത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ മുടികളൊക്കെ വരച്ചിരിക്കുന്നത് സരോജിനിയും സാവിത്രിയും എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെയാണോ മുഹമ്മദ് നബിയുടെ തല? ഇതായിരുന്നോ മുഹമ്മദ് നബിയുടെ മുടി? ഇത് സാധാരണക്കാരന് ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഈ കാർട്ടൂൺ വരച്ചു വെച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ ആമുഖത്തിൽ ഈ വിഷയം കൊണ്ടുവന്നത് ആലോചിക്കാതെയല്ല. ഒരു തല വരച്ചിട്ട് ആ തലയിൽ ഈ രൂപത്തിൽ വികൃതമായ ഒരുപാട് മുടികൾ അതിങ്ങനെ കാണുമ്പോൾ ഏത് രൂപത്തിലുണ്ട്? ശരിക്കും ഒരു പിശാചിന്റെ, അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ ഈ കാർട്ടൂൺ വരച്ചു വെച്ചുകൊണ്ടാണ് ഷഅറേ മുബാറക്കിനെ പരിഹസിച്ചുകൊണ്ട് ഫ്ലക്സുകൾ ചില സ്ഥലങ്ങളിൽ. അപ്പുറത്തിരിക്കുന്ന ആളുകൾ ആരായിരുന്നാലും, അവർ തങ്ങന്മാരായാലും മുസ്ലിംമാരായാലും ഇനി ഔലിയാക്കളായാലും ശരി, അവരോട് ഈമാനിന്റെ ഭാഷയിൽ ഇതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് കേട്ടോ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തല വരച്ചുകൊണ്ടുള്ള ഈ കാർട്ടൂൺ, മുഹമ്മദുർ റസൂലുള്ളാഹിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഈ കാർട്ടൂൺ, ഇത് സരോജിനിയും സാവിത്രിയും അടക്കമുള്ളവർ വായിപ്പിക്കാൻ കാരണക്കാർ നിങ്ങൾ എത്ര വലിയവരാണെങ്കിലും ഇതിന് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ വിഷയത്തിൽ അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ്, ബഹുമാനം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ കാരണമായ വാക്കുകൾ മാത്രമേ നമ്മുടെ ആളുകളിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്ന തീർച്ച നമുക്കുണ്ട്. ഒരു സ്വലാത്ത് കൂടി കൂടുതൽ ചൊല്ലാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കൽ മാത്രമേ നാം ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആരോ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇങ്ങനെ ഉടനീളം യാത്ര ചെയ്താൽ 10 സ്വലാത്ത് ഏറെ ചെല്ലുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ AP ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞൊരാൾ. അയാൾ ഒരു നിഷ്പക്ഷകനായ നല്ല മനുഷ്യനാണ്, AP ഗ്രൂപ്പുകാരനായിട്ടല്ല. കാര്യങ്ങളെങ്ങനെ വിലയിരുത്തിയപ്പോൾ ഒരു നല്ല മനുഷ്യന്റെ വാക്ക്. അല്ലെങ്കിലും കേരളത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അയലുമീങ്ങളോ സാധാരണക്കാരോ വ്യത്യാസമില്ലാതെ 10 സ്വലാത്ത് ഒരാൾ ഏറെ ചെല്ലുന്നത് കണ്ടോ അയാൾ എന്തായാലും ഏപ്പിക്കാരനായിരിക്കും എന്ന് പറഞ്ഞു. ആ സ്വലാത്ത് 10 ഏറെ ചെല്ലുന്നത് 20 കൂടുതൽ ചെല്ലാൻ സഹായകമാകുന്ന കാര്യമല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരേണ്ടതില്ല. എന്താണ് വിഷയം ഉണ്ടായതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടി വിഷയാവതരണം പുറകിൽ വരുന്നു,
ഓരോന്നിനും വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും വെച്ചുകൊണ്ട് വിഷയാവതാരകന് മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നുമില്ല. റബീഉൽ അവ്വലിന്റെ ആദ്യ തിങ്കളാഴ്ചയല്ല മർക്കസിൽ ഷഅറെ മുബാറക്ക് ലഭിച്ചത്. അത് മർക്കസിന്റെ സമ്മേളനത്തിന്റെ അന്നാണ് ലഭിച്ചത്. സമ്മേളനം കഴിഞ്ഞ് റബീഉൽ അവ്വൽ പറക്കുന്നതിനിടക്ക് ഏകദേശം 2 മാസക്കാല സമയം ഉണ്ട്. 33-ാം വാർഷികമാണ് മർക്കസിൻ്റെത് നടന്നത്. പൊതുവെ നമ്പർ 33 ഒരു ബർക്കത്തിന്റെ നമ്പറാണ്. ആ ബർക്കത്ത് കണ്ട ഇപ്പോഴും നിലനിൽക്കുന്നത്. 33-ാം വാർഷിക സമ്മേളനം മർക്കസിൽ നടക്കുന്നു. പൊതുസമ്മേളന വേദിയായി ജനലക്ഷങ്ങൾ. ഒന്ന്, ആ ജനലക്ഷങ്ങളിൽ ആയിരക്കണക്കിന് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകി സ്റ്റേജിലിരിക്കുന്ന ആളുകൾ ലോകത്തെ 12 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ബഹുമുഖ വ്യക്തിത്വങ്ങൾ. അതിലേറ്റവും തലയെടുപ്പുള്ള നേതൃത്വം ലോകം അംഗീകരിക്കുന്ന പണ്ഡിതൻ ഷെയ്ഖുൽ അസ്ഹർ. അത്രയും വലിയ മഹാസഭ, ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാം 12 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഇവരെല്ലാം ഉള്ള സഭ സമ്മേളനം ആരംഭിച്ചു. നിറഞ്ഞു നിൽക്കുന്ന സമയം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവണം. അള്ളാഹുവേ, ആ തണൽ ഞങ്ങൾക്ക് ദീർഘകാലം നിലനിർത്തി തരണേ അല്ലാഹ്. അവിടുത്തെ ആത്മീയ വാഗ്ധാരണികൾ കഴിഞ്ഞു. നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതാ മർക്കസ് സമ്മേളന നഗരിയിലേക്ക് ഒരു അറബി സഹോദരൻ, അദ്ദേഹത്തിന്റെ പുറകിൽ 2-3 മഹൽ വ്യക്തിത്വങ്ങൾ സമ്മേളന സദസ്സിലേക്ക് കയറി വന്നു. ആരായിരുന്നു അത്? അത് UAE-യിലെ തലസ്ഥാനമായ അബുദാബിയിൽ അറിയപ്പെടുന്ന സമ്പന്ന കുടുംബം, മന്ത്രി കുടുംബം, പണ്ഡിത തറവാട്ടിലൊക്കെ അംഗമായ ഡോക്ടർ അഹ്മദ് ഖസറജി എന്ന മഹാന. അദ്ദേഹം കയറി വരുമ്പോൾ സഭ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ള എല്ലാവരും. അദ്ദേഹത്തിന്റെ കയ്യിൽ എല്ലാവരും കാണുന്നുണ്ട് ഒരു അമൂല്യമായ നിധി. എന്താണാവോ ആർക്കും അറിയില്ല. സമയം കുറെ കഴിഞ്ഞു. നിശ്ചിത ഊഴം എത്തിയപ്പോൾ ഈ ജനലക്ഷങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ 12ഓളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മഹൽ വ്യക്തിത്വങ്ങളൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ കയ്യിലുള്ള അമൂല്യ നിധി അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഒരു ഭാഗമായ അവിടുത്തെ ഷഅറെ മുബാറക്കാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളും അദ്ദേഹം ആരാണ് എന്നതുമൊക്കെ വ്യക്തമാക്കിയ ശേഷം ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ ആദരവ് നിലനിർത്തിക്കൊണ്ട് ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇത് ഷെയ്ഖ് അബൂബക്കറിനെ ഏൽപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യ തക്ബീർ ധ്വനികളോടുകൂടെ അത് ഏറ്റുവാക്കി. ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഒപ്പുവെച്ചു. ഈ സ്ഥാപനം, ഈ സംഘടന അത് എക്കാലത്തും ആദരവോടുകൂടെ സൂക്ഷിക്കും എന്ന്. അങ്ങനെ പരസ്യമായ രൂപത്തിൽ AP ഉസ്താദിനെ സ്വകാര്യമായി കണ്ടിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പരസ്യമായിട്ടാണ് അദ്ദേഹം അത് നൽകുന്നത്. എന്നാൽ ഈ നൽകിയ വ്യക്തിയെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടും ഇല്ല. മലപ്പുറം ജില്ലക്ക് എന്നോ കോഴിക്കോട് ജില്ലക്ക് എന്നോ കേരള മുസ്ലിങ്ങൾക്ക് എന്നോ അല്ല. ഈ വന്ന വ്യക്തിയെ അവിശ്വസിക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പരസ്യമായി അത് ഏൽപ്പിച്ചു. ഈ ആലിമീങ്ങളുടെ സഭ, ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ള
ഈജിപ്തിന്റെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള മുഴുവൻ ആളുകളും ഡോക്ടർ അഹ്മദ് ഖസ്റജി, അദ്ദേഹം പണ്ഡിതനാണ്, പണ്ഡിത തറവാട്ടിൽ ജനിച്ച ആളാണ്. ഖസ്റജി കുടുംബ പരമ്പര ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ തറവാടാണ്. ആ തറവാട്ടിൽ ജനിച്ചിരിക്കുന്ന അദ്ദേഹം കേരളത്തിൽ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ഹസൻ ഖസ്റജി അബുദാബി ഔക്കാഫി മിനിസ്റ്ററും വലിയ പണ്ഡിതനും അതുപോലെ തന്നെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച ആളും എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ ആദരിക്കപ്പെടുന്നതല്ലാതെ അഹ്മദ് ഖസ്റജിയെ കുറിച്ച് ഇവിടെ അവിശ്വസിക്കേണ്ട ഒരു വിഷയവും ഇല്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ കൊണ്ടുവന്ന അഹ്മദ് ഖസ്റജി അദ്ദേഹം ഇതിനൊരു പ്രതിഫലം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ സമ്പാദ്യമുണ്ടാക്കാൻ അയാളും ഉദ്ദേശിച്ചതായി രേഖയും തെളിവും ഇല്ല. രണ്ട്. മൂന്നാമത്തത്, അതിവിടെ ഏൽപ്പിച്ച് നമുക്കിടയിൽ ഒരു ഭിന്നിപ്പും കുഴപ്പവും ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തിയത് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായി ഒരു ലാഭവും ഉണ്ടാകാനില്ല. ഓരോ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുമല്ലോ കണ്ട് രസിക്കാൻ ഓരോരുണ്ട്. ഇപ്പൊ കുട്ടികളൊന്നായിട്ട് ബസ്സിന് ഇങ്ങനെ കയറാൻ വേണ്ടി വന്നാൽ ക്ലീനർക്കൊരു രസമാണ്. എന്ത് കുറച്ച് കുട്ടികൾ കയറി, കുറച്ച് കുട്ടികൾ കയറിയില്ല, കുറച്ച് താഴേക്ക് വീണ്, ഓന്റെ ഫീൽഡിൽ ഓന് കണ്ട് രസിക്കാൻ പറ്റിയൊരു സംഗതിയാണ്. ഓരോ ആളുകൾക്കും അവരുടെ ഫീൽഡിൽ ഓരോരോ രസങ്ങളുണ്ടാവും. ഇയാൾക്കിപ്പോ കേരളത്തിൽ അത് ഏൽപ്പിച്ച് പോയിട്ട് ഇവിടെ നടക്കുന്ന ഒരു വിവാദങ്ങളിലും അയാൾക്ക് യാതൊരു പങ്കാളിത്തവും, അയാൾക്ക് ഇതിന്റെ സുഖമല്ല ദുഃഖമല്ല, ഒരു കാര്യലാഭവും അദ്ദേഹത്തിന് കിട്ടാനില്ല. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ എവിടെയും അവിശ്വസിക്കേണ്ട ഒരു കാര്യം അതുമില്ല. അങ്ങനെയാണ് ലക്ഷക്കണക്കായ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അത് ഏറ്റുവാങ്ങുന്നത്. ഇതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം പ്രത്യേകം അറിയണം. ഇവിടെ ഗീബൽസിയൻ സിദ്ധാന്തം അതെന്താണ്? ഒരു കളവ് ആവർത്തിക്കുക, പിന്നെയും ആവർത്തിക്കുക, പിന്നെയും ആവർത്തിക്കുക, ആട്ടിനെ പട്ടിയാക്കുക എന്ന് പഴയ കാലത്ത് നമ്മൾ പറയും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നു. അങ്ങനെ ഏൽപ്പിച്ചു, ശരി, അദ്ദേഹം അത് ഏൽപ്പിച്ചു. എ.പി. ഉസ്താദ് ഏറ്റുവാങ്ങി. അതിവിടുത്തെ ചാനലുകൾ, പത്രങ്ങൾ, വാർത്താ മീഡിയകൾ എല്ലാം അത് കാണിച്ചു. സമ്മേളനത്തിന്റെ പിറ്റേ ദിവസം രാവിലെ 9 മണി അദ്ദേഹം താമസിക്കുന്ന ബിൽഡിംഗിൽ എ.പി. ഉസ്താദിന്റെ മകൻ ഹക്കീം അസ്ഹരി, അബ്ദുൽ ഹക്കീം അസ്ഹരി ചെന്നപ്പോൾ അഹ്മദ് ഖസ്റജി പറയുന്നു, എനിക്ക് ഒന്ന് പാണക്കാട് കുടുംബത്തിൽ പോകണം. ഇദ്ദേഹത്തിന്റെ പിതാവ് ഹസൻ ഖസ്റജി അവർകൾ ഇവിടെ ചികിത്സാവശ്യാർത്ഥം വന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായി പോയി, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിനുമായുള്ള വ്യക്തിബന്ധം ആ തറവാട്ടിലെത്തി. ഇവിടെ ദിവസങ്ങൾ താമസിച്ചുകൊണ്ട് ചികിത്സക്കും മറ്റുമായി ബന്ധപ്പെട്ടുണ്ടായി. ആ സ്നേഹബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ പാണക്കാട് പോകാൻ തീരുമാനിച്ചു. ഹക്കീം ഖസ്റജി എ.പി. ഉസ്താദിന്റെ കാറിൽ അഹ്മദ് ഖസ്റജിയെ കയറ്റി. അങ്ങനെ ഹക്കീം അസ്ഹരിയും അഹ്മദ് ഖസ്റജിയും പാണക്കാട് എത്തി. ഏകദേശം സമയം 10:45-11 മണി. പാണക്കാട് വന്നപ്പോൾ ബഹുമാന്യരായ ഹൈദർ അലി ശിഹാബ് തങ്ങളും ആ കുടുംബത്തിലെ മഹൽ വ്യക്തിത്വങ്ങളായ കുട്ടികളെല്ലാം അവിടെ ഉണ്ട്. അവരൊക്കെ ചേർന്ന് അഹ്മദ് ഖസ്റജിയെ സ്വീകരിച്ചു. ആ സ്വീകരിച്ച് ഇരുത്തിയപ്പോൾ മുന്നിൽ കാണുന്ന മേശപ്പുറത്ത് മനോരമ അടക്കമുള്ള എല്ലാ പത്രങ്ങളും, അതിൽ ഈ അഹ്മദ് ഖസ്റജിയിൽ നിന്ന് എ.പി. ഉസ്താദ് ഈ ഷെയറെ മുബാറക്കാകുന്ന അമൂല്യ നിധി സൂക്ഷിക്കപ്പെട്ടത് ഏറ്റുവാങ്ങുന്ന ഫോട്ടോ അടക്കം മുന്നിലുള്ള പേപ്പറിൽ ഇങ്ങനുണ്ട്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നോക്കുന്നു, സാദിഖ് അലി ശിഹാബ് തങ്ങൾ നോക്കുന്നു, മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, എല്ലാവരും അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. ഏകദേശം 2 മണിക്കൂറോളം സമയം അഹ്മദ് ഖസ്റജി പാണക്കാട് തറവാടിൽ അവരെ സുഹൃർ ബന്ധം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ അവർ സ്വീകരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വളരെ ബഹുമാനം നിലനിർത്തി. അച്ചടക്കത്തിന്റെയും ആദരവിന്റെയും എല്ലാ ഭാഷയിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, തങ്ങളുപ്പാപ്പ, ഈ അമൂല്യ നിധി എ.പി. ഉസ്താദിനെ ഏൽപ്പിച്ചിരിക്കുന്ന മഹാൻ നിങ്ങളെ മുമ്പിൽ ഇത്ര മണിക്കൂർ ഇരുന്നപ്പോൾ തങ്ങളവർക്ക് പഴയ ലോക്യവും സ്നേഹവും ഈ സന്തോഷവും വെച്ചുകൊണ്ട് അല്ല, ഇന്നലെ വന്നപ്പോൾ ഒരു നിധി കൊണ്ടുവന്നു എന്ന് പത്രത്തിൽ കാണുന്നു, ഇതെന്താണാവോ
ഇതെവിടെ നിന്ന് കിട്ടി എന്നൊന്ന് ചോദിച്ചുകൂടായിരുന്നില്ലേ? ഞാനൊരു സാധാരണക്കാരനായി ചോദിക്കാം. ജനങ്ങൾക്കിടയിൽ വിവാദങ്ങളായി, കുഴപ്പമായി, കലഹമായി, തങ്ങൾ അത് പറഞ്ഞു, മുസ്ലിയാർ ഇത് പറഞ്ഞു, മറ്റേയാൾ അത് പറഞ്ഞു, മറ്റേയാൾ ഇത് പറഞ്ഞു. ഇതൊക്കെ ഇപ്പൊ കോലാഹലങ്ങളാണ്. കോലാഹലങ്ങൾക്ക് മുമ്പ് പണ്ഡിതോചിതമായി ശരീഅത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചെയ്യാവുന്ന നാടൻ മര്യാദയിലും വെച്ചുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങളെ മുമ്പിൽ ഈ പത്രങ്ങളൊക്കെ നിൽക്കുക, യഥാർത്ഥ കക്ഷിയും നിലനിൽക്കുക, എന്താണാവോ നിങ്ങൾ കൊണ്ടുവന്നത്? ഇതെവിടെ നിന്ന് കിട്ടിയതായിരുന്നു? എന്താണ് ഇതിന്റെ സനത്? അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചുകൂടായിരുന്നില്ലേ തങ്ങൾ പാപ്പ എന്ന് ഞങ്ങൾ ആദരവോടുകൂടെ ചോദിക്കാം. ശരി, അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഏകദേശം 2 മണിക്കൂർ സമയം അവിടെ കിട്ടിയപ്പോ പാണക്കാട് നിന്ന് ഒരു ഫോൺ ചെയ്താൽ 20-25 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ് നമ്മുടെ ഇയാൾ താമസിക്കുന്നത്. ആര്? ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാണ്. അദ്ദേഹം നല്ലൊരു അറിയപ്പെട്ട മഹാന്റെ പേരക്കുട്ടിയാണ്. അത് വെച്ചുകൊണ്ട് ആ വല്ലിപ്പയെ ഓർത്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഡോക്ടർ ബഹാവുദ്ദീൻ എന്ന് തന്നെ പേര് പറയുകയാണ്. അല്ലെങ്കിൽ ഒരു വൈദ്യാരി എന്ന് പറയേണ്ട രീതിയാണ് ഈ ഡോക്ടർക്കുള്ളത്. അത് അദ്ദേഹത്തിന്റെ വല്ലിപ്പയോട് കാണിക്കുന്ന ഒരു അനാദരവായിരിക്കും എന്നതുകൊണ്ട് അത് പറയുന്നില്ല. തേനൂര് അരിപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊക്കെ അറിയുന്ന മഹാന. അപ്പൊ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഫോൺ ചെയ്തവർ 20 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്താണ് ബഹാവുദ്ദീൻ കൂരിയാട് താമസിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഫോൺ ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ എത്താവുന്ന ദൂരത്താണ് ആര് നിൽക്കുന്നത്? അപ്പുറത്തെ സമസ്തയുടെ സെക്രട്ടറി സമവായ മുസ്ലിയാർ നിൽക്കുന്നത്. അപ്പുറത്ത് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഫോൺ ചെയ്താൽ പട്ടിക്കാട് നിന്ന് വരാവുന്ന ദൂരത്താണ് ജാമ്യാനൂരിയ നിൽക്കുന്നത്. അല്ല, ഈ അഹമ്മദ് ഖസറജെ ഇത്രയും സമയം മുന്നിൽ കിട്ടിയപ്പോൾ ഇവരൊക്കെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വല്ല സംശയവും തോന്നിയിട്ടുണ്ടെങ്കിൽ, അഹമ്മദ് ഖസറജി നിങ്ങൾ ഇന്ന് പോകുന്നില്ലല്ലോ, ഈ ആലിമ്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കാന്തപുരത്തെയും ഒന്ന് വിളിക്കാം, എന്നിട്ട് അദ്ദേഹവുമായി ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ബോധ്യപ്പെട്ട വിഷയം ഏതാണോ അത് പരസ്യപ്പെടുത്താം. ഇന്നലെ നിങ്ങൾ ഏതായാലും കൊടുത്തു, അത് വാർത്തകളൊക്കെ ആയി. ഇനി അതിനെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ട് പൊതുജനങ്ങളോട് പറയാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തങ്ങളുപ്പാപ്പ നിങ്ങൾ ചെയ്ത എത്ര വലിയ ഉപകാരമായിരിക്കും അത്. ആലിമീങ്ങളെ നിങ്ങൾ ചെയ്ത എത്ര വലിയ സേവനമായിരിക്കും അത്. അത് ചെയ്തില്ല. എന്നാൽ ആ ചാൻസ് നഷ്ടപ്പെട്ടോ? ഇല്ല. അഹമ്മദ് ഖസറജി തിരിച്ച് കോഴിക്കോട് പോയി. അദ്ദേഹം കോഴിക്കോട് ഒരു ദിവസം വിശ്രമിച്ചു. കോഴിക്കോട് വിശ്രമിച്ചിട്ട് അദ്ദേഹം പിന്നെ പിറ്റേ ദിവസത്തെ വൈകുന്നേരം 2 രാത്രിയും 3 പകലും കേരളത്തിൽ നിന്ന ശേഷമാണ് അഹമ്മദ് ഖസറജി തിരികെ പോകുന്നത്. അതിനിടക്ക് പിറ്റേ ദിവസം എന്നാ പിന്നെ അത് പെട്ടെന്ന് അഹമ്മദ് ഖസറജി വന്നു. ഇങ്ങനെ എല്ലാവരും കൂടി വിളിക്കാനും കൂട്ടാനും അപ്പം കൂടിയില്ല. ശരി, ആലോചനകൾക്ക് സമയം കിട്ടിയല്ലോ. പിറ്റേ ദിവസം ഹലോ അഹമ്മദ് ഖസറജി അല്ലേ, ഏത് ലോഡ്ജിലാണ്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്റെ കൂടെ ആലിമ്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്നലെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഷഹറെ മുബാറക്കിനെ കുറിച്ച് ചില ചർച്ചകളൊക്കെ ഒന്ന് ചെയ്യാനാണ് വരുന്നത്. പറഞ്ഞുകൂടായിരുന്നില്ലേ? കാന്തപുരത്തിനോട് ഹലോ കാന്തപുരം അല്ലേ? അതെ, ഞങ്ങൾ അഹമ്മദ് ഖസറജിന്റെ അടുത്തുണ്ട്, നിങ്ങൾ ആ പിന്നെ ഷഹറെ മുബാറക്കിന്റെ ഒരു വിഷയം സംസാരിക്കാനുണ്ട്, ഒന്ന് വന്നാലും. നിങ്ങൾ ഇൽമു പഠിച്ചവരാണെങ്കിൽ, ദീനിനോട് കൂറുള്ളവരാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീന് കേരളത്തിലെ ജനങ്ങളിൽ നിലനിൽക്കണമെന്ന താല്പര്യമുള്ള ആളുകളാണല്ലോ എല്ലാവരും. അവർക്ക് ഈ മാർഗം സ്വീകരിച്ച് അന്ന് ഖസറജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഇതിന്റെ ദലീലുകളും സനദുകളും ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇപ്പൊ മർക്കസിൽ അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രചാരണങ്ങൾ നമുക്ക് പിന്നീടാകാം. ആലിമീങ്ങളെ അങ്ങനെ ചെയ്തുകൂടായിരുന്നില്ലേ? ആ ചാൻസും ഉപയോഗപ്പെടുത്തിയില്ല. ഖസറജി പോയി. ശേഷം മാസം എത്രയായി? 2 മാസത്തോളം സമയം കിട്ടി. അപ്പോഴും ഷഹറെ മുബാറക്കിനെ പറ്റിയുള്ള വിവാദങ്ങളില്ല, പ്രശ്നങ്ങളും ഇല്ല. റബീഉൽ അവ്വൽ പിറന്നു. ഇവിടെയാണ് വിശ്വാസി ഹൃദയങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത്, വിശ്വാസി ഹൃദയങ്ങളോട് ഞങ്ങൾ സംസാരിക്കുന്നത്. റബീഉൽ അവ്വൽ പിറന്നു. ആദ്യത്തെ തിങ്കളാഴ്ച രാവ്, ആ തിങ്കളാഴ്ചയുടെ പുലർച്ചെ സുബഹിയോട് അടുത്ത സമയം, അഥവാ ത്വാഹ റസൂലുള്ളാഹി, ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് സുബഹിയോട് അടുത്ത സമയം. എന്തേ? അപ്പോഴാണ് ഭൂലോകത്തേക്ക് റസൂലുള്ളാഹിയെ കൊണ്ടുവരാൻ അള്ളാഹ് തെരഞ്ഞെടുത്ത സമയം. അതാണ്
ആ സമയത്ത് എല്ലാ ദിവസവും സ്വർഗത്തിൽ നിന്ന് ഒരു റഹ്മത്തിന്റെ കാറ്റ് ഭൂമിയിലേക്ക് വരുന്നുവെന്നും ആ കാറ്റിന്റെ പരിമളം ആസ്വദിക്കാൻ സാധിക്കുന്ന ഏത് ജീവിയും അത് ബർക്കത്തുള്ള ജീവിയായിരിക്കുമെന്നും അത് ആസ്വദിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജീവിയാണ് കോഴി. അതുകൊണ്ട് കോഴിയുടെ വർഗത്തിന് വളർച്ചയേ ഉള്ളൂ. കോടിക്കണക്കിന് കോഴികളെ അറുത്ത് ഉപയോഗിച്ചാലും കോഴികളുടെ വർഗത്തിന് വളർച്ചയേ ഉള്ളൂ. എന്തുകൊണ്ട്? അത് സുബഹിക്ക് മുമ്പ് റസൂലുള്ള ജനിച്ച സമയത്ത് എഴുന്നേറ്റുകൊണ്ട് കൊക്കക്കോ എന്ന് ദിക്റ് ചെല്ലുന്ന ജീവിയാണ്. അതേ സമയത്ത് നായ, അതിനാരും അറുക്കണം തിന്നണമൊന്നുമില്ല, പക്ഷെ അതിന്റെ വർഗത്തിന് വളർച്ചയില്ല. എന്തേ? അതിന്റെ വർഗം ഇങ്ങനെ മഗ്‌രിബിക്ക് ശേഷം ആ ഡ്യൂട്ടി തുടങ്ങുക. അങ്ങനെ ഫസ്റ്റ് ഷോ കണ്ട് സെക്കൻഡ് ഷോ കണ്ട് അവിടെ തട്ടി ഇവിടെ മുട്ടി അവിടെ പോയി അങ്ങനെ ആ സുബഹിയോടടുത്ത് സ്വർഗത്തിൽ നിന്ന് ആ റഹ്മത്തിന്റെ കാറ്റ് വരാനടുക്കുന്ന സമയത്ത് അപ്പൊ പോയിട്ട് ഓട്ടോറിക്ഷന്റെ ടയർ വെച്ച പോലെ നായയാണ് അവിടെ കിടക്കുന്നത്. ഒരിക്കൽ പോലും ആ റഹ്മത്തിന്റെ കാറ്റ് ആസ്വദിക്കാൻ അതിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നായയുടെ വർഗത്തിന് വളർച്ചയില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ എന്റെ വിശ്വാസി ഹൃദയങ്ങളോട് ചോദിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ ഗസ്സാലി തങ്ങളുടെ ചോദ്യം നമ്മൾ ഹൃദയത്തിൽ ആവർത്തിച്ച് ചോദിക്കുക. ഞാൻ അടുത്ത സുബഹിക്ക് കോഴിയാകുന്നോ അതല്ല എന്താകുന്നോ എന്നുള്ളത് ഇരിക്കട്ടെ. അപ്പോ ആ സുബഹിയോടടുത്ത സമയം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര ശ്രേഷ്ഠമായ സമയം ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ സമയം, അല്ലാഹു തആല ആ സമയം കൊണ്ട് ബർക്കത്തെടുക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവണം. പ്രത്യേകിച്ച് തൊട്ടടുത്ത ശഅബാനും റമളാനും ഒക്കെ വരികയല്ലേ. അത്തായം കഴിച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെ അങ്ങ് പള്ളിയിലേക്ക് ആ സുബഹിയോട് അടുത്ത സമയത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് ജമാഅത്തിന് പോയാൽ എന്തൊരു സന്തോഷമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ആ സന്തോഷം വാരിക്കൂട്ടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സുബഹിയോട് അടുത്ത സമയം, ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമായ തിങ്കളാഴ്ച, റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആ ഭാഗമായ ശഅറേ മുബാറക് അത് വെള്ളത്തിലിട്ട് ആ വെള്ളം വിശ്വാസി മനസ്സുകൾക്ക് സംഭാവന ചെയ്യാൻ മർക്കസിൽ തീരുമാനമായി. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ബോട്ടലുകൾ വാങ്ങി. 50,000 ബോട്ടൽ വാങ്ങി. വിശ്വാസി ഹൃദയങ്ങൾ ചേർന്നുകൊണ്ട് ബുറുദ ചൊല്ലിയും ആയിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയും മർക്കസിലെ യതീമക്കളും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഈ ഇരിക്കുന്ന സാദാത്യങ്ങൾ നിരവധി സാദാത്യങ്ങളും ചെന്ന് സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് റസൂലുള്ളാഹിയുടെ മദ്ഹ് ഏറെ ചൊല്ലിക്കൊണ്ട് അതാ ആ ശഅറേ മുബാറക് എടുത്തു. അതിട്ടിരിക്കുന്ന വെള്ളം, ആ വെള്ളം കുപ്പിയിലാക്കാൻ തുടങ്ങി. ആ ബർക്കത്തിന്റെ വെള്ളം വാങ്ങുന്നതിന് വിശ്വാസി ഹൃദയങ്ങൾ കേരളത്തിന്റെ അകത്ത് നിന്ന് വിശേഷിച്ചും അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പൊതുവെയും പലരും അങ്ങോട്ടേക്ക് ഒഴുകാൻ തുടങ്ങി. ആ ഒഴുക്ക് ശക്തമായി. 50,000-ൽ നിന്നില്ല. വീണ്ടും ഒരു 25,000 ബോട്ടൽ വാങ്ങി. അതിലും നിന്നില്ല. പിന്നെ ആളുകളൊക്കെ കൊണ്ടുവന്നത് ആ കുപ്പിയിലൊക്കെ അവരുടെ കുപ്പിയിൽ ഏകദേശം 1,00,000-ലധികം, 1.25 ലക്ഷം അമ്പിയാക്കൾ, 1.25 ലക്ഷം സ്വഹാബാക്കൾ, 1.25 ലക്ഷം റസൂലുള്ളാഹിയുടെ മുടി, 1.25 ലക്ഷം കുപ്പി വെള്ളം. ഈ ജനങ്ങൾ, ഇത്രയും അധികം ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്ന ഈ രംഗം, അപ്പൊ സ്വാഭാവികമായും AP ഉസ്താദ് അവിടെ ഒരു നേരത്തെ ആലോചിച്ചു വരുന്ന ഒരു വിഷയത്തിന്റെ പ്രഖ്യാപനത്തിന് ഇത്രയും നല്ല സഅദുള്ള ഒരു സമയം കിട്ടിയപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശറഫാക്കപ്പെട്ട ആ ശഅറേ മുബാറക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇത്രയും നല്ല ഇജാബത്ത് കിട്ടുന്ന ഒരു സമയത്ത് തന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയും കിട്ടുമല്ലോ എന്നോർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ 14 പള്ളികൾ നിർമ്മിച്ച ആളാണ് AP ഉസ്താദ്. അള്ളാഹു ഇനിയും തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 14 പള്ളികൾ AP ഉസ്താദ് സ്ഥാപിച്ചതുണ്ട്. അത്രയും പള്ളികൾ കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാപിച്ച AP ഉസ്താദ്, ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പള്ളികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഏത് സ്ഥലത്ത് പോയി പരിശോധിച്ചു നോക്കിയാൽ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, മഅശറ വിളി നടന്നു, ഖുതുബ ഓതി നിസ്കരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നടത്തുന്ന ജുമഅത്ത് പള്ളികൾ നോക്കി. പള്ളിയുടെ മുറ്റത്തും റോട്ടിലുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ ജനങ്ങളാണ്.
കോഴിക്കോട് കോർപ്പറേഷന്റെ ഹൃദയഭാഗങ്ങളിലായി 14 ജുമാഅത്ത് പള്ളികൾ AP ഉസ്താദ് സ്ഥാപിച്ചത് തന്നെ ഉണ്ട്, അല്ലാത്തത് വേറെ. എന്നിട്ടും ജനങ്ങളൊക്കെ നിറഞ്ഞു കവിഞ്ഞു റോട്ടിലാണ്. അപ്പൊ AP ഉസ്താദ് ഇത്രയും മുബാറക്കായ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് തന്റെ മനസ്സിലുള്ള ആഗ്രഹം അതങ്ങ് പ്രകടിപ്പിച്ചു. എന്താണ്? ഒരു വലിയ പള്ളി. ആ വലിയ പള്ളിയുടെ പ്രഖ്യാപനം നടത്തി. ആ പള്ളിയുടെ പ്രഖ്യാപനത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അമൂല്യ നിധി ഈ പള്ളിക്കകത്ത് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. ആയിരക്കണക്കായ ആളുകൾക്ക് നിസ്കരിക്കുന്നതോടൊപ്പം ഈ അമൂല്യ നിധി അവിടെ സൂക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം സ്ഥാപിതമായി നിലനിന്ന നമ്മുടെ കേരളത്തിൽ ചരിത്ര പ്രസിദ്ധമാകുന്ന രീതിയിൽ ഒരു മുസ്ലിം ഷിആർ വിളിച്ചോതുന്ന രീതിയിൽ ഇന്ത്യയിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും ഭരണകർത്താക്കൾക്കും ഔദ്യോഗിക വ്യക്തിത്വങ്ങൾക്കും ലോക രാഷ്ട്രങ്ങളിൽ എവിടെ സന്ദർശിക്കുന്ന അവിടെയുള്ള ആളുകൾക്ക് ഇന്ത്യ രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെയും സ്നേഹത്തെയും കുറിച്ച് ഉദാഹരിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു വലിയ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതക്കാരുമുള്ള രാഷ്ട്രമാണിത്. ഈ രാഷ്ട്രത്തിലെ ഔദ്യോഗിക പ്രതിനിധികൾ വെളിയിൽ എവിടെ പോകുമ്പോഴും കേരളത്തിൽ ഉയർന്നു കാണുന്ന ഈ വലിയ പള്ളിയെ കാണിച്ചു കൊടുത്തുകൊണ്ട്, കണ്ടോ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന സ്വാതന്ത്ര്യവും സാഹചര്യവും, അതൊക്കെ വിളിച്ച ഏതുപോലെ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് സ്ഥാപിതമായ ഡൽഹി ജുമാ മസ്ജിദ്. ആ ഡൽഹി ജുമാ മസ്ജിദ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റും എന്ന് വേണ്ട ഏത് രാഷ്ട്രപ്രതിനിധികൾ വരുമ്പോഴും ഇസ്ലാമിക ഷിആറായി, ചിഹ്നമായി തല ഉയർത്തി നിൽക്കുന്നത് ഡൽഹിയിലെ വലിയ ജുമാ മസ്ജിദാണ്. ആ ഡൽഹി ജുമാ മസ്ജിദിന്റെ മുനാരത്തിൽ കയറി പകുതി ഭാഗത്തെത്തിയാൽ മതി, പുറത്തേക്ക് ഇങ്ങനെ തലയിട്ട് നോക്കിയാൽ ഡൽഹി, ഓൾഡ് ഡൽഹിയും ന്യൂ ഡൽഹിയും അടക്കമുള്ള മുഴുവൻ പട്ടണങ്ങളും കാണാൻ സാധിക്കും. ചരിത്ര പ്രസിദ്ധമായ ഡൽഹി ജുമാ മസ്ജിദ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അഭിമാനമാണ്. ഇന്ത്യ രാഷ്ട്ര നായകന്മാർക്ക് ലോകത്ത് എവിടെ പോകുമ്പോഴും മുസ്ലിങ്ങൾക്ക് ഇന്ത്യ ചെയ്തു കൊടുക്കുന്ന സ്നേഹവായ്പകളെ കുറിച്ച് പറയാൻ പറ്റിയതാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി വരുന്നവർക്ക് മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നമായി കാണിച്ചു കൊടുക്കാവുന്നതാണ്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രം മലബാറിൻ്റെതാണ്. ആ മലബാറിന്റെ ഹൃദയമായ കോഴിക്കോട് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു പള്ളി സ്ഥാപിക്കാൻ AP ഉസ്താദ് തീരുമാനിച്ചാൽ അത് ഈ മുബാറക്കായ സമയത്ത് അത് പ്രഖ്യാപിച്ചു. വിശ്വാസി ഹൃദയങ്ങൾ അത് ഏറ്റെടുത്തു. ആ വിശ്വാസി ഹൃദയങ്ങൾ ഏറ്റെടുത്തപ്പോൾ മൊത്തത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ പൊതുവെയും കേരളത്തിലെ മുസ്ലിങ്ങളിൽ വിശേഷിച്ചും കക്ഷിത്വമില്ലാതെ, ഗ്രൂപ്പിസമില്ലാതെ ഒരു പ്രത്യേകമായ ഒരു മയലാൻ എന്ന് പറയും അറബിയിൽ, ഒരു പ്രത്യേകമായ മനസ്സിന്റെ ഒരു സ്നേഹവായ്പ മർക്കസിനോട്, കാന്തപുരം ഉസ്താദിനോട് വന്നു കഴിയുന്നു എന്ന് കണ്ടപ്പോഴാണ് ഷഅറെ മുബാറക് വിവാദമാകുന്നത്. ഇതിനിടയ്ക്ക് 2 മാസം, അതിനിടക്കുള്ള ഒരുപാട് ടൈം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോഴൊന്നും ഇത് വിവാദമായിട്ടില്ല. ഈ ഷഅറെ മുബാറക് മസ്ജിദും അതുപോലെ തന്നെ ഷഅറെ മുബാറക്കും ഇതെല്ലാം കൂടി ഇനി വരികയും കൂടി ചെയ്യുമ്പോൾ അപ്പൊ ചില ആളുകളൊക്കെ വ്യംഗ്യ ഭാഷയിൽ പറയാൻ തുടങ്ങി. എന്താണ്? ആ പള്ളിയിൽ അടക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ അതിന് വരുന്നത്. അതുവരെ ഇത് ചർച്ചയായിട്ടില്ല, വിവാദമായിട്ടില്ല. ഇനി അവിടെയും നിങ്ങൾ ചിന്തിക്കണം. ഈ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച ഈ സംഭവങ്ങളൊക്കെ നടന്നു. പിറ്റേ ദിവസം മുതൽക്ക് ഇത് വിവാദമാക്കുമ്പോൾ പണ്ഡിതോചിതമായിട്ട് ഇവർക്ക് അപ്പോഴാണ് വിവേകം വന്നതെങ്കിൽ, വിവേകം വൈകി ഉദിച്ചാലും സ്വാഗതാർഹം എന്നാണല്ലോ നമ്മൾ പറയാം. അപ്പോഴാണ് ഇവർക്ക് വിവേകം വന്നതെങ്കിൽ, വിവേകം വന്ന പണ്ഡിതന്മാർ എന്തുകൊണ്ട് കൊടുത്ത കക്ഷിയും ജീവിച്ചിരിപ്പുണ്ട്, വാങ്ങിയ കക്ഷിയും ജീവിച്ചിരിപ്പുണ്ട്. ഈ കൊടുത്ത കക്ഷിയായ ഖസറജി അവറുകളോടോ വാങ്ങിയ കക്ഷിയായ കാന്തപുരം ഉസ്താദിനോടോ ഒരു വാക്കും ചോദിക്കുകയോ അന്വേഷിക്കുകയോ ഇല്ല. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ പോലുള്ള മഹൽ വ്യക്തിത്വങ്ങൾക്ക് അവസരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അന്ന് ഇതിനേക്കാൾ ശക്തിയായി നിലനിന്നിരുന്നു. അതെന്താണ് അവസരം? വിവാദങ്ങൾ തുടങ്ങിയപ്പോൾ മുസ്ലിംകൾക്കിടയിൽ മറ്റു മതക്കാർക്ക് മുമ്പിൽ നമ്മെ പരിഹസിക്കുന്ന രൂപത്തിൽ
പ്രത്യേകിച്ച് മുത്തനബിയിലൊക്കെ ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ അത് ഈമാൻ നശിക്കുന്നതും റസൂലുള്ളാഹിയെ പരിഹസിക്കാൻ ഇടവരുന്നതുമാകും. അതുകൊണ്ട് ആ വിവാദത്തിന് മുമ്പ് ഞാൻ അതിൽ ഇടപെട്ട് ഇരുവിഭാഗത്തിലെയും പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഇതിനൊരു തീരുമാനമാക്കാം എന്ന് ചിന്തിക്കാവുന്ന മഹാനാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർക്ക് ഇനിയും അള്ളാഹു അതിനവസരം കൊടുക്കട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊന്നും നടന്നില്ല. പിന്നെയോ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ എവിടെയാണ്? പിന്നെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് പത്രങ്ങളിൽ, വാർത്തകളിൽ, മീഡിയകളിൽ, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതൊക്കെ വിവാദം വിഷയമായി. മനഃപൂർവം ഈ വിഷയത്തിൽ ജനങ്ങളെ ഈമാൻ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ വിഷയത്തെ ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാടിനെ പോലുള്ള ആളുകൾ ഇതിനെ കണ്ടത് എന്നതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 കത്ത്. ആരുടെ കത്ത്? അഹമ്മദ് ഖസറജിൻ്റെതല്ല, മൂടി കൊടുത്ത ആളെ കത്തല്ല. കണ്ണിൽ കുറുമ്പാടിന് മുട്ടുംകാലും ഒരു ഊതാന്ന് പറയുന്നില്ല നമ്മൾ. എന്നാ ഒരു കത്ത് കൊണ്ടുവന്നു, ആ കത്ത് പറ്റ പാളീസായി. പിന്നെ കണ്ടുകണ്ട് 2ാമത്തെ കത്ത്. 2 കത്തും കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ചപ്പോ പത്രക്കാർ ചോദിച്ചത്ര ഇതേതാ കത്ത്? ഇത് ആദ്യത്തിന്റെ വിശദീകരണം പിന്നെ വന്ന കത്താണ്. 2 കത്തും കൂടി നോക്കിയപ്പോൾ ഒരു പത്രപ്രതിനിധി പറഞ്ഞു ഇത് ഏതാ ആദ്യത്തെ എന്ന് ചോദിച്ചു. അതാണ്. പിന്നെ ഏതാ വിശദീകരിച്ച് പിന്നെ വന്നത് ഇതാണ്. അപ്പോൾ ഒരു പത്രക്കാരത് പരിശോധിച്ച് നോക്കുമ്പോൾ 2 ഒരു ഡേറ്റിനാണ്. സുബ്ഹാനല്ലാഹ്. പണ്ട് നമ്മളെ കുഞ്ഞൽബാക്കെ പെണ്ണുങ്ങൾ മരിച്ചിട്ട് പണിയൊന്നുമില്ലാതെ നടക്കേ. ഒരു ബ്രോക്കറോട് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല കുട്ടി നമുക്കൊരു കല്യാണമൊക്കെ ഉണ്ടാക്കാമല്ലോ. ആയിക്കോട്ടെ, എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യാം. വല്ല ഡിമാൻഡും ഉണ്ടെങ്കിൽ ചോദിച്ചു. ഡിമാൻഡൊന്നുമില്ല, കുറച്ച് സമയമൊക്കെ ആയില്ലേ, ഒരു 40 വയസ്സൊക്കെ പെണ്ണിന് ആയിക്കോട്ടെ. ബ്രോക്കർ ഇങ്ങനെ 3-4 ദിവസം രീതിയിലൊക്കെ നടന്നു നോക്കി വന്നിങ്ങാണ്ട് പറഞ്ഞു, പെണ്ണ് നമ്മൾ കണ്ടിട്ടുണ്ട്, സംഗതി ഫസ്റ്റാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഡിമാൻഡുമെന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തേന്ന് ചോദിച്ചു. 40 ആയതില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യണു? ഞാൻ അഡ്ജസ്റ്റ്മെന്റ് നമ്മളിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ചെയ്യാം. അതെന്താന്ന് ചോദിച്ചു. 20ന്റെ 2 ഉണ്ട് ഞാൻ കണ്ടുവച്ചത്. 40ൻ്റെതില്ല, 20ന്റെ 2 കണ്ടുവച്ചിക്കണ. അപ്പൊ എന്നാ ഇയാൾ ഏതായാലും പണിയില്ലാതെ നടക്കല്ലേ, അപ്പൊ എന്നാ അതെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇയാൾ കുപ്പായൊക്കെ മാറ്റി ഒരുങ്ങി നിക്കാഹിന്റെ സദസ്സിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ സ്ഥിതി? നിങ്ങൾ ഇത് 2ഉം കൂടി ഒരു തള്ള ഇരട്ട കുട്ടികളാണ്. ഈ രൂപത്തിലാണ് ബഹാവുദ്ദീന്റെ 2 കത്ത് വെച്ചുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ വന്ന് നോക്കുമ്പോൾ ഇത് 2 ഇരട്ട വെച്ചതാണ്. ഇത് പത്രക്കാരൻ ചോദിച്ചത് ഒരു ഡേറ്റിനാണല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളിവിടെ ചിന്തിക്കണം. ഇനി അതിന് സനതുണ്ടോ? വേണ്ടി വരുമ്പോഴല്ലേ. അപ്പോ ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ പള്ളിയും അതുപോലെ തന്നെ ഷഹറെ മുബാറക്കും ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൂടലും ഇത് വാർത്തകളും മാധ്യമങ്ങളും ബാക്കിയുള്ളതുമൊക്കെ വളരെ വലിയ പ്രചാരം ലഭിക്കലും അപ്പോൾ വിശ്വാസി ഹൃദയങ്ങൾ മുഴുവനും കാന്തപുരത്തിലേക്ക്, വിശ്വാസി ഹൃദയങ്ങൾ മുഴുവനും മർക്കസിലേക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് കണ്ടപ്പോൾ അസൂയ കൊണ്ട് മാത്രം ഒരു വിവാദം ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ് ഷഹറെ മുബാറക്ക് വിവാദം. അതല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പണ്ഡിതോചിതമായ ഒരു പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ചില്ല? ഞങ്ങൾ ആദരിക്കുന്ന, ഞങ്ങൾ ബഹുമാനിക്കുന്ന സാദാത്യങ്ങളിൽ പ്രമുഖ തറവാടായ പാണക്കാട് കുടുംബത്തിലെ മഹൽ വ്യക്തിത്വങ്ങളോടടക്കം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പണ്ഡിതോചിതമായ രൂപത്തിൽ ഇത് കൈകാര്യം ചെയ്യപ്പെടാവുന്ന 2ഉം 3ഉം 4ഉം 5ഉം ഘട്ടങ്ങൾ നമുക്കില്ലേ? ആ പണ്ഡിതോചിതമായ കൈകാര്യത്തിൽ എന്താണോ ചർച്ചയിൽ തീരുമാനമായത് അത് പൊതുജനങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അത് പറയാതെ ഈ വിവാദങ്ങളൊക്കെ നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തുകൾ മുഴുവൻ ശരീരം കൊണ്ട് അടുത്തിരിക്കുന്നതിനേക്കാൾ മനസ്സുകൊണ്ട് അടുത്തിരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ത്യാഗം ചെയ്തത് എത്രയാണ്? റസൂലുള്ളാഹി തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന മധ്യേ സ്വഹാബാക്കളും നബിയും ഒരു തരത്ത് വിശ്രമിക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക്, ഒരാൾ അവിടെ, ഒരാൾ ഇവിടെ, ഒരാൾ അവിടെ, ഇങ്ങനെ ദൂരെ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് അത് കണ്ടുകൊണ്ട് വന്ന റസൂലുള്ളാഹി മനസ്സുരുകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആ ജാഹിലിയ സ്വഭാവം നിങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല അല്ലേ? എന്താണ് ജാഹിലിയത്ത്?
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശരീരവും മനസ്സും അകലത്തിലേക്ക് പരസ്പരം ഗ്രൂപ്പിസം ഉണ്ടാക്കുക, തമ്മിലടിപ്പിക്കുക, കുടുംബങ്ങളെ അകറ്റുക, ജ്യേഷ്ഠാനുജന്മാരെ അകറ്റുക, അങ്ങനെ മനസ്സും തമ്മിൽ അകറ്റുന്ന ഈ ജാഹിലിയത്ത് നിങ്ങൾക്ക് മാറിയിട്ടില്ലേ എന്ന് റസൂലുള്ള ചോദിച്ച അന്ന് മുതൽക്ക് പിന്നീട് ഞങ്ങൾ എവിടെ കൂടിയാൽ എത്ര ആളുകളുണ്ടെങ്കിലും ഒരു പുതപ്പിങ്ങനെ ഇട്ടാൽ എല്ലാവർക്കും കിട്ടാവുന്ന അത്ര അടുത്തേ ഞങ്ങൾ ഇരിക്കാറുള്ളൂ എന്നാണ് സ്വഹാബാക്കൾ പഠിപ്പിച്ചത്. അങ്ങനെ മനസ്സും തമ്മിൽ അടുത്തിരിക്കേണ്ട ഈ ഉമ്മത്തിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറേ മുബാറക്കിന്റെ പേരിൽ വാഗ്വാദങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കി അസൂയ മാത്രം കൈമുതലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രവർത്തിച്ചിരിക്കുന്ന മറുപക്ഷത്തുള്ളവരോട് നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളെ പ്രസംഗം, നിങ്ങളെ മലക്കം മറിച്ചിൽ ഒക്കെ നടത്തിയിട്ടും കാന്തപുരം വിഭാഗത്തിൽ നിന്ന് ഒരു പൊട്ടനെ പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടുന്ന പ്രശ്നവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു വാക്ക് ഈ വിഷയത്തിൽ നിങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് കേൾക്കാനും സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അശ്വനി വരുന്നത് വരെ പറഞ്ഞു വന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി ഹൃദയങ്ങളോട് ഈ വിഷയത്തിൽ വിശുദ്ധ റമളാനു ശരീഫ് കൂടി അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഉണർത്തിയല്ലോ, ഹബീബിനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ടല്ലാതെ, വിശ്വാസത്തിന്റെ ഹൃദയം വെച്ചുകൊണ്ടല്ലാതെ നാം ഇതിൽ തർക്കത്തിനും തർക്കവിതർക്കങ്ങൾക്കും മറ്റും ഇടപെട്ട് നമ്മുടെ ഈമാനിന് ഭംഗം വരുന്ന ഒരു വാക്ക് നമ്മിൽ നിന്ന് വന്നു പോകരുതേ എന്ന് ഞാൻ പ്രത്യേകമായി എൻ്റെ വിശ്വാസി ഹൃദയങ്ങളോട്, പ്രത്യേകിച്ച് എൻ്റെ യുവ സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ലോകത്ത് 20 വർഷം മുആവിയ റളിയല്ലാഹു അൻഹു ഖുലഫാഉൽ അർബഅത്തിന്റെ കൂടെ ഗവർണറായി ഭരണാധികാരിയായി. പിന്നീട് 20ഓളം വർഷം, 19 ചില്ലാനം വർഷം സ്വന്തം ഭരണാധികാരിയായി. 40 വർഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് ഭരണപരമായ നേതൃത്വം നൽകിയ മഹാനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ അടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ വസിയ്യത്ത്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കയ്യിൽ ഒന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കപ്പെട്ടത് എന്റെ കയ്യിലുണ്ടല്ലോ. എന്റെ ജനാസ നിങ്ങൾ മറവ് ചെയ്യുന്ന സമയത്ത്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുശേഷിപ്പുകൾ അത് എന്റെ കവന്തുണിയിൽ വെച്ചുകൊണ്ട്, അതെന്റെ നെറ്റിത്തടത്തിൽ വെച്ചുകൊണ്ട്, അങ്ങനെയായിരിക്കണം നിങ്ങൾ എന്നെ മറവ് ചെയ്യേണ്ടത്. ആഖിറത്തിൽ എനിക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, ഹബീബിന്റെ തിരുശേഷിപ്പ് എന്റെ കൂടെ ഉണ്ടല്ലോ. അതാണ് അവർ പറഞ്ഞതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നമുക്ക് ഈ വിഷയത്തെ വിവാദമാക്കിയപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ റസൂലുള്ളാഹിയുടെ ശഅറേ മുബാറക്കാകുന്ന ആസാറിനെ ആദരിക്കുന്ന പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചല്ലോ. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ തഖ്വയുള്ള ആളുകൾ നിൽക്കേണ്ടത് അങ്ങനെയാണ് എന്ന് പഠിപ്പിച്ച ഈ ആയത്തിന്റെ ബർക്കത്തുകൊണ്ട് ആസാറുകളെ ബഹുമാനിച്ച് ഈമാൻ സുരക്ഷിതമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ, അല്ലാഹുവേ അവർക്കും അവരെ കീഴിൽ അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും ദീർഘായുസ് നൽകണം റഹ്മാനെ. അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന ആദർശത്തിൽ വിശ്വാസപരമായി യോജിപ്പുള്ള ഉലമാ, ഉമറാ, സാദാത്തുകൾ, പ്രവർത്തകരെ നീ ഐക്യത്തിലും യോജിപ്പിലുമാക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സഭ മഹാന്മാരുടെ സമ്മതത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്ത